ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നേ 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലൊരു സൽക്കാരം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളും അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ശനിയാഴ്ച ദിവസമാണ് സൽക്കാരം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 6 മണിക്കാണ് എനിക്ക് കേക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പം കേക്കിൻ്റെ വർക്കൊക്കെ ആരംഭിച്ചിരിക്കുന്നത് 5:30 ആയപ്പോഴത് ആരംഭിച്ചത് 6 മണിയാകുമ്പോഴത്തേന് അത് കൊടുക്കും. അപ്പോൾ കുറച്ച് വർക്കുകൾ ബാക്കി ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തിട്ട് ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് കൊടുക്കണം. അപ്പോൾ വിളിച്ചിരുന്നു 6 മണിയാകുമ്പോഴത്തേനോട് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റമർ വിളിച്ചിരുന്നു. അപ്പോൾ ഈ കേക്ക് കൊണ്ടുപോകുന്ന ഫാമിലി നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ അവൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനും ഇവിടുന്ന് കേക്ക് കൊണ്ടുപോയി ടെൻഡർ കോക്കൻ്റെ കേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അതന്നെ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് വർക്കിനും പിന്നെ മോഡലിനൊക്കെ കുറച്ച് മാറ്റം വരുത്തിയാണ്ട് ഇത് ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ഇതൊക്കെ ചെയ്തെടുത്തിട്ട് വേണം എനിക്ക് നാളേക്കൊക്കെയുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും തലേന്ന് തന്നെ നമ്മൾ വീടൊക്കെ മൊത്തം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം. എന്നാൽ പിന്നെ അന്ന് നമുക്ക് ക്ലീനിങ്ങിനായിട്ട് അധികം സമയം വേണ്ടി വരുമല്ലോ കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ ഒരുവിധം പണികളൊക്കെ തലേന്ന് തന്നെ ഒക്കെ ചെയ്ത് വെച്ചാൽ അന്നത്തെ ദിവസം നമുക്കൊരു തിരക്കും ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്തെടുക്കാം. അപ്പം ഞാൻ സൽക്കാരത്തിന് വിളിക്കണത് നമ്മളൊരു വീഡിയോ കല്യാണത്തിൻ്റെ വീഡിയോ ഇട്ടിരിക്കണം. കീശ്ശേരിൻ്റെ അമ്മോൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അവനെ സൽക്കരിച്ചിട്ടില്ല, 1 വർഷമായിട്ടോ. പിന്നെ അവൻ്റെ കല്യാണത്തിനൊക്കെ എൻ്റെ ചെറിയ അമ്മോന് സുഖല്ലായും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവൻ്റെ മരണവും കാര്യങ്ങളൊക്കെ ആയിങ്ങാണ്ട് പിന്നെ എൻ്റെ മൂത്തച്ഛൻ മരിച്ചു. അങ്ങനെ അവൻ്റെ സൽക്കാരം നീണ്ട് 1 വർഷമായിട്ടോ. പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കണം. അപ്പോൾ അവനെ വിളിക്കണം എന്നുള്ളതിലാണ് സൽക്കാരം ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് നിൽക്കണം. അപ്പോൾ അവനും നാത്തൂനും മക്കളും ഉണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മ അതുകൊണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഞങ്ങളെ വീട്ടിലുണ്ട്. അപ്പം ഉമ്മാൻ്റെ ഉമ്മാനെയും കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണത്. അതേപോലെ അമ്മോൻ്റെ മോൻ്റെ കൂടെ അമ്മായിയും മോളും അതുകൊണ്ട് കേട്ടോ. അമ്മാവും വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് പേരടങ്ങിയ ഒരു ചെറിയൊരു സൽക്കാരം. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് അതൊക്കെ മോന് കൊണ്ടുപോയി കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ തലേന്ന് രാത്രി തന്നെ ഇതിപ്പോൾ ഒരു മരുപിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മന്തിക്കൊക്കെ മസാലയൊക്കെ കായം പുരട്ടിങ്ങാണ്ടൊക്കെ തലേന്ന് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ്. പിന്നെ പുളിഞ്ചി ഉണ്ടാക്കിയിരിക്കണ് ബിരിയാണിക്ക്. അത് അങ്ങനെ അടുപ്പത്ത് അത് വെച്ചിക്കണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ആണെങ്കിലും അതേപോലെ ബീഫാണെങ്കിലും ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ തലേന്ന് തന്നെ ചിക്കനും ബീഫും ഒക്കെ കൊണ്ടുവന്നിട്ട് കായം പുരട്ടിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നല്ലോണം സെറ്റാവും. അതിൻ്റെ ഉള്ളിൽ എരിവും പുളിയും ഒക്കെ പിടിച്ചിട്ട് നല്ല മസാലയൊക്കെ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പം ഞാനൊരുവിധം നേരത്തെ അറിയുന്ന പരിപാടികളൊക്കെ അങ്ങനെ തന്നെ ചെയ്യൽ കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്കാനുള്ള മസാല മഞ്ഞൾപ്പൊടി, അതേപോലെ മുളകും പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിങ്ങാണ്ട് ഇങ്ങനെ കേട്ടോ പൊരിച്ചെടുക്കൽ. അതേപോലെ ഒരു കോഴിമുട്ട പൊട്ടിച്ചിങ്ങാണ്ട് അത് ഒഴിച്ചിക്കണം. ഇനി ഇതൊക്കെ നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊരു 3 ടേബിൾ സ്പൂണ് പൊടി ഇട്ട് കൊടുത്തേക്കണം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീരോ അതേപോലെ തൈരോ വിനാഗിരിയോ അതിൽ മൂന്നിലും ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വിനാഗിരിയാണ് ഉള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം അത് കുഴച്ച് മിക്സാക്കി എടുക്കുക. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ അധികം യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ കളർ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാശ്മീരി നല്ലോണം ചേർത്ത് കൊടുത്തേക്കണ്. അപ്പം ഒരു നുള്ള് കളറും ചേർത്ത് കൊടുത്താൽ നല്ല കളറായി കിട്ടും. വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതും തന്നെ മസാല പുരട്ടിങ്ങാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സോഫ്റ്റും ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയുള്ള ചിക്കൻ ചില്ലി കിട്ടും കേട്ടോ. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒക്കെ സെറ്റാക്കി വെക്കുക. നമുക്ക് രാവിലെ എല്ലാ പണികളും പെട്ടെന്ന് ചെയ്തെടുക്കുക. അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. അതേപോലെ നമ്മൾ പുളിഞ്ചി കുറുകി വരുന്നുണ്ട്. ഇതും ഓഫ് ചെയ്യാണ്. ബീഫ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണത്. അതിൻ്റെ ബീഫ് കൊണ്ടുവന്ന് വെച്ചാൽ കേക്ക് വെള്ളം ചോരാനൊക്കെ വെച്ചിനി. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേപോലെ ബീഫ് മസാല ഇട്ടുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ, വേവിച്ചെടുക്കണില്ല. അതേപോലെ ബീഫ് വരട്ടാൻ അതും അടുപ്പത്ത് വെച്ചിരിക്കണം. ഇതൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണം. ഇത് പിന്നെ നമുക്ക് തലേന്നല്ല പിറ്റേന്ന് നമ്മളെ സൽക്കാരത്തിൻ്റെ അന്ന് ഒന്ന് തൂമിച്ചെടുത്താൽ മതി. അപ്പോൾ ആ അടുപ്പത്ത് തന്നെ പിന്നെ നമ്മളെ ബീഫും വെച്ചെടുത്തതൊന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക, അത്ര മാത്രം മതി. പിന്നെ കുറച്ചധികം തേങ്ങ ചിരവിങ്ങാണ്ട് അതും ഫ്രിഡ്ജിക്ക് മാറ്റണം. അപ്പോൾ കാരണം എൻ്റെ ഉമ്മയും അമ്മവും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. ഞാൻ വലിയ അമ്മൂന് ചെറിയ അമ്മ മരിച്ചിരിക്കണമല്ലോ. അപ്പം അമ്മ വന്നിട്ടില്ല. അതേപോലെ ഉമ്മയും ഓല് ബിരിയാണി നെയ്ച്ചോറൊന്നും കഴിക്കൂല. അപ്പോൾ ഞാൻ ഓൾക്ക് കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചുകൊണ്ട് കുറച്ച് തേങ്ങയും ചിരകി ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അതേപോലെ അതിലേക്ക് പരിപ്പും കറി ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള തേങ്ങയും അതേപോലെ ചമ്മന്തിക്കുള്ള തേങ്ങയും ഒക്കെ പാടെയാണ് ഇട്ടത്. അപ്പോൾ അതും ചിരകിങ്ങാണ്ട് അതും ഫ്രീസർക്ക് മാറ്റുകയാണ്. അതേപോലെ തേങ്ങാച്ചോർക്കും പിന്നെ നമ്മളെ ബീഫ്
തൂമിക്കാനുള്ള ഉള്ളിയും അതും തൊലി കളഞ്ഞുകൊണ്ട് അതും ഫ്രിഡ്ജിലേക്ക് മാറ്റി. അതേപോലെ മല്ലിച്ചപ്പ് കഴുകി അരിഞ്ഞു വെച്ചു, ക്യാരറ്റ് അരിഞ്ഞു വെച്ചു, ഒരുവിധം പണികൾ ഫുള്ളും ചെയ്തെടുത്തു. അതേപോലെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി അതൊക്കെ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നത് കേകിങ്ങാണ്ട് ഇനി രാവിലെ ചതക്കും. അതേപോലെ അരിയാനുള്ളത് രാവിലെ അരിയുള്ളൂ കേട്ടോ, അപ്പം തന്നെ അരിഞ്ഞെടുക്കൂല. അരിഞ്ഞ വെച്ചാൽ അതിൻ്റെ നീരൊക്കെ കൊണ്ട് പറ്റും. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെയാണ് ഇട്ടത്. അപ്പം ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പം നടക്കാൻ ഞങ്ങൾ രണ്ടാളുണ്ട് കേട്ടോ. ഞങ്ങൾ അടുത്ത വീട്ടിൽ അയൽവാസിയുണ്ട്. അപ്പം പാലിൻ്റെ പാത്രമൊക്കെ താഴെ കൊണ്ടുപോയി വെച്ചിട്ടാണ് നടക്കാൻ പോണത്. പിന്നെ 2 കിലോമീറ്റർ പോകണം ഗ്രൗണ്ടിലേക്ക്, നടക്കുന്ന ഗ്രൗണ്ടിലേക്ക്. അവിടെ പിന്നെ നടപ്പാതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ഈ റോഡ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് വണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണമല്ലോ. ഇതൊന്നും വേണ്ട. അപ്പോൾ 2 കിലോമീറ്റർ അധികം ഇവിടേക്ക് പോവാണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിക്കാട്ടോ അങ്ങനെ പോവല്ലോ അവിടെ എത്തൽ. പിന്നെ അവിടെ ഓരോരോ ജിമ്മിലുണ്ടാവണ ഓരോരോ സംഭവങ്ങളുണ്ടല്ലോ, മെഷീനുകളൊക്കെ, അതൊക്കെ നമ്മളെ പഞ്ചായത്തിൻ്റെ വകയായിട്ട് അതുണ്ട് ഗ്രൗണ്ടിൽ. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞങ്ങൾ നടത്തം സ്റ്റാർട്ട് ചെയ്യൽ. അതേപോലെ അങ്ങനെ എക്സസൈസൊക്കെ ചെയ്യൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ രണ്ടാളും വണ്ടിമ്മ അങ്ങനെ പോവും. അപ്പോൾ ഞങ്ങൾ സുബൈസ്കാരം കഴിഞ്ഞുകൊണ്ട് ഒരു 5 മണിക്ക് ഇറങ്ങും. പിന്നെ ഒരു 6 മണിയാവും തിരിച്ച് വരാനിട്ട്. 1 മണിക്കൂർ വ്യായാമം ചെയ്യും രാവിലെ. അപ്പം നമുക്ക് പോയി വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് വന്നു, കിച്ചണിലെത്തിട്ടോ. അപ്പം ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് തലേന്ന് തന്നെ വെച്ചിനിയല്ലോ. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ട് അതൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഫസ്റ്റത്തെ പണി അതൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ തലേന്ന് രാത്രി തന്നെ ഒരുവിധം പരിപാടികളൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണികൾ തീർത്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ വെക്കുന്നുണ്ട്. അടുപ്പൊക്കെ കത്തിച്ചുകൊണ്ട് പിന്നെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പം ഇന്ന് ബിരിയാണി നെയ്ച്ചോറാക്കി കണ്ടോട്ടോ വെക്കണത്. അപ്പോൾ 2 അടുപ്പിലും ഇന്ന് തീയൊക്കെ മൂട്ടണം. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം കടിയൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം ഇന്ന് എളുപ്പത്തിന് പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങാച്ചോർക്ക് പരിപ്പും കറിയാണ് കേട്ടോ. അപ്പോൾ പരിപ്പും തക്കാളിയും അതേപോലെ പച്ചമുളക് കീറിട്ടും കണ്ട് അതൊന്ന് 2 വിസിലിന് അതൊന്ന് വേവിച്ചെടുക്കാൻ അതും അടുപ്പത്ത് വെച്ചു. അപ്പം ഇനി കമൻറ്റ് വരുവിക്കാരെ, കാരണം നമ്മളെ ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും കായം പുരട്ടി വെച്ചല്ലോ, അതൊക്കെ ഫ്രിഡ്ജിലാണോ വെച്ചത് അതോ ഫ്രീസറിലാണോ വെച്ചത് എന്നുള്ളത്. അതൊക്കെ ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ, ഫ്രീസർക്കൊന്നും കയറ്റിയിട്ടില്ല. അതേപോലെ ബീഫ് ഒന്ന് തിളപ്പിച്ച് വെച്ചു എന്നല്ലാതെ വേവിച്ചെടുത്തിട്ടില്ല. അത് പിന്നെ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടേ അല്ല, ഫ്രീസറിൽ വെച്ചത്. തേങ്ങ ചിരവി വെച്ചേക്കാണ് കേട്ടോ. വേറെ ബാക്കിയുള്ളതൊക്കെ നമ്മളെ ഫ്രിഡ്ജിലാണ് വെച്ചത്. മന്തിക്കുള്ള ചിക്കനും അതേപോലെ ചിക്കൻ പൊരിക്കാനും ഒക്കെ കായം പുരട്ടിങ്ങാണ്ട് ഫ്രിഡ്ജിലാണ് വെച്ചത്. അങ്ങനെ നെയ്ച്ചോറൊക്കെ ആക്കി വെക്കാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ അതേപോലെ മന്തിൻ്റെ ചിക്കനൊക്കെ എടുത്ത് കണ്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി കണ്ട് അതും അടുപ്പത്ത് വെച്ചിരിക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം തേങ്ങാച്ചോർക്ക് ഉലുവയും അരി ഇട്ടും നല്ലോണം വാഷ് ചെയ്തും പിന്നെ അതിക്ക് തേങ്ങയും ഉള്ളിയും ഉപ്പിട്ടും അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വിരലിങ്ങനെ നടുവിരൽ മൂടണത്ര വെള്ളമായിട്ട് ഞാൻ ഒഴിച്ചിരുന്നിട്ട് 1 വിസിലിന് വേവിച്ചെടുക്കലാണ്. അപ്പോൾ നല്ല അടിപൊളി തേങ്ങാച്ചോറ് സെറ്റായി കിട്ടും. എല്ലാ പരിപാടിയും തലേന്ന് തന്നെ കഴിഞ്ഞുകൊണ്ട് നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് വേവിച്ചെടുക്കാനുള്ള പണി മാത്രമേ ഉണ്ടാവുള്ളൂ.
ബിരിയാണിയൊക്കെ ദമ്മിട്ടു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. സേമിയനും അതേപോലെ ചവ്വരിയൊക്കെ ഇട്ടുങ്ങാണ്ട് അതൊക്കെ ഒന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒഴിച്ചുങ്ങാണ്ട് അങ്ങനെ വറവിട്ടെടുക്കുകയാണ്. പിന്നെ അപ്പുറത്തുള്ള അടുപ്പൊക്കെ കത്തിച്ചുങ്ങാണ്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് മന്തിൻ്റെ അരി 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തുങ്ങാണ്ട് അതും ഇക്കട്ടിനി അതൊക്കെ വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. അതും ഊറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ മന്തിൻ്റെ റെസിപ്പിയും അതേപോലെ ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് കാണിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അങ്ങനെ മന്തിൻ്റെ ഇറച്ചിയൊക്കെ ഞാനൊന്ന് ഗ്യാസിൽ വെച്ചുകൊണ്ടൊന്ന് പൊരിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളെ ഊറ്റി വെച്ചിട്ടുള്ള റൈസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തലേന്ന് രാത്രി തന്നെ നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുത്തിനല്ലോ. അതൊക്കെ ഒന്ന് തൂമിച്ചെടുത്തുകൊണ്ട് അങ്ങനെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം പണികളൊക്കെ തലേന്ന് തന്നെ രാത്രിയൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പണിക്ക് ലാഭമാണ് കേട്ടോ രാവിലെ. അപ്പോൾ പരിപ്പും തക്കാളിയും ഒക്കെ ഇട്ടുകൊണ്ട് തേങ്ങരച്ച് കറി ഉണ്ടാക്കിയിരിക്കണം. തേങ്ങാച്ചോർക്ക് കണ്ടോ, തേങ്ങാച്ചോറൊക്കെ സെറ്റായി വന്നിക്കണ്. അപ്പോൾ ബിരിയാണി മന്തിയും തേങ്ങാച്ചോറും പായസം ഒക്കെ റെഡി ആയിക്കണ്. അപ്പം ഇനി വിരുന്നാരാണ് വന്നാൽ മതി. അപ്പോൾ ഇത് പുളിഞ്ചിയാണ് കേട്ടോ. അപ്പോൾ 12 മണിയാകുമ്പോഴത്തേൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് കുളിക്കാനൊന്നും കൂടി ഉള്ളൂ. അപ്പോഴത്തേന് അവർ വരുമ്പോഴത്തേന് കുളിക്കണം. അപ്പോൾ കിച്ചണൊക്കെ എല്ലാതും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ 12:30 മണിയാകുമ്പോഴത്തേൻ്റെ കുളി വരെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ പണി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം എല്ലാ പണികളും ചെയ്തെടുക്കുക. തലേന്ന് രാത്രി തന്നെ നമ്മളൊക്കെ സെറ്റാക്കി ഒക്കെ റെഡി ആയിക്കൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ഇന്ന് പുറത്ത് മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ വിരുന്നാരൊക്കെ എത്തിത്തുടങ്ങി കേട്ടോ. കീശ്ശേരിയിലുള്ള എൻ്റെ അമ്മാവൻ്റെ മകനും അതേപോലെ അമ്മായിയും അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. മരുമോളും ഒക്കെ ഉണ്ട്. ഇത് അമ്മേൻ്റെ ചെറിയ മകനാണ്. ഇവരൊക്കെ നിങ്ങൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അമ്മായി നാണിപ്പം നല്ല സംസാരത്തിലാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള വെള്ളമൊക്കെ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഓറക്സ് ഉണ്ടാക്കി കണ്ട് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പം നല്ല വെയിലുണ്ട്, എന്നാലും മഴയൊക്കെ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് തണുപ്പുണ്ട്. ഇനിയിപ്പോൾ പണിയായിട്ടുള്ള ചിക്കൻ പൊരിക്കാണ്ട്. അപ്പോൾ ചൂടോടെ പൊരിച്ചെടുക്കുക വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അതും പൊരിച്ചെടുത്ത്. അതിൻ്റെ ഇടയിൽ ഇപ്പം ഉണ്ട് എനിക്കൊരു ഗിഫ്റ്റും കൊണ്ടുവരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ എന്ന് ഞാനും കൂടി അറിയാതെ ഇപ്പം ഇമ്മയും പാടെ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയാണ്ട് അങ്ങനെ ഇപ്പം ഇമ്മയും അതേപോലെ ആങ്ങളി എല്ലാവരും പാടെ വന്നിക്കണ്. അപ്പം എൻ്റെ അമ്മമ്മയും ഓലെ കൂടെ വന്നിക്കണേ. അപ്പോൾ ഞാൻ ഉറക്കത്തിലും കൂടി വിചാരിക്കാത്ത ഒരു സമ്മാനം കൊണ്ടാണ് കേട്ടോ ഓല് വന്നിക്കണേ. അപ്പോൾ ഞാൻ ചോദിച്ചതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇജ്ജ് മരിക്കോളം എൻ്റെ കൂടെ ഉണ്ടാവും, മരിച്ച് കഴിഞ്ഞാലും എനിക്ക് ഉപകാരമുള്ളൊരു സാധനമാണിതെന്ന് എന്നോട് പറഞ്ഞിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ നാത്തൂനും എൻ്റെ ആങ്ങളയാണ് കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് 15 ദിവസമായി. അപ്പോൾ കുറച്ച് ദിവസത്തെ ലീവിന് അവൻ വന്നിക്കണേ. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് കുറേ സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ആങ്ങളുടെ ചെറിയ മോനാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഗിഫ്റ്റ് പൊട്ടിക്കേറ്റ് ഭയങ്കര ആകാംക്ഷ കേട്ടോ. അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. സമ്മാനങ്ങളൊക്കെ നമ്മളെ അമ്മ ഇപ്പൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഓല കൈ കൊണ്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സമ്മാനമാണ് എൻ്റെ അമ്മ ഇപ്പം എനിക്ക് തന്നത്. നമ്മൾ ഓരോരുത്തരും ഉമ്മയും വാപ്പയും ഉണ്ടാകുമ്പോഴാണല്ലേ നമ്മൾ സ്വർഗം. അപ്പോൾ പടച്ച റബ്ബ് അവർക്ക് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ നല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കണത് നമുക്ക് കാണണം. അതാണല്ലേ നമ്മളെ ഓരോരുത്തരും ആഗ്രഹം. അങ്ങനെ സമ്മാനം പൊട്ടിക്കലും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചോറ് പൊട്ടിക്കലും ഒക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ നേരം 2 മണിയൊക്കെ ആയിക്കണേ. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കാനായിക്കണം. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ പൊരിച്ച് കോരി വെച്ചിനി. അപ്പോൾ അതൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. നീല ടീഷർട്ട് ഇട്ടതിൻ്റെ മരിച്ച മുത്തച്ഛണ്ടല്ലോ. ഇപ്പം നേരം മരിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. മുത്തച്ഛൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും പാടെ ഒത്തുകൂടിയപ്പോഴേ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവനും തന്നെ മുത്തച്ഛൻ്റെ പേരക്കുട്ടിയാണ്. മറ്റവൻ്റെ അനിയനാണ്. നമ്മളൊരു പുതിയ ആപ്പിളാണ് കേട്ടോ. എൻ്റെ നാത്തൂൻ്റെ മോനാണ്. പിന്നെ ഇവിടെ എൻ്റെ ആങ്ങളുടെ കുട്ടികളും അനിയത്തിൻ്റെ മക്കളും അതേപോലെ അമ്മേൻ്റെ ചെറിയ മോനൊക്കെയാണ് ഇരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ പോകാനൊരുങ്ങി. അവരെ കൂടെ നമ്മൾ ആദ്യം അവരും പോകാനൊരുങ്ങിയിരിക്കണ്. പിന്നെ പോയി കഴിഞ്ഞപ്പം ഭയങ്കര കച്ചറയും കരച്ചിലും ഇനി. അപ്പം അമ്മമാനെ ഓരോ കൂടെ ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. അമ്മമാനോട് ഒരു 4 ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ എന്നെ പിടിച്ച് നിർത്തിയേക്കാണ്. അങ്ങനെ നമ്മളെ സൽക്കാരത്തിൻ്റെ തലേന്നത്തെ വിശേഷങ്ങളും അന്നത്തെ വിശേഷങ്ങളും കൂടെ ഒരു സർപ്രൈസിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചാണ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.